ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് തൊട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് നല്ല നല്ല കഥകളും നല്ല കുടുംബാടങ്ങളും നമ്മുടെ ലൈഫിനെയും നമ്മുടെ മനസ്സിനെയും സ്പർശിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ദിവസം ഒരേ കഥ എന്ന രീതിയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പം മാക്സിമം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൂടെ നിൽക്കുക കേട്ടോ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ഗുണപാഠമുള്ളൊരു കഥയാണ്. അപ്പോൾ കഥ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ടൊരു കാട്ടിൽ ഒരു വലിയൊരു പുഴ ഉണ്ടായിരുന്നു. പിന്നെ ഈ കഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഥ മാത്രമേ പറയൂ. ഈ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള തലക്കെട്ട് അത് നിങ്ങളുടെ മനസ്സിൽ ഒരു തലക്കെട്ട് ഉണ്ടാക്കുക. പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഒരു വലിയൊരു പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലായിരുന്നു ഒരു ആമ താമസിച്ചിരുന്നത്. പുഴയിലും തീരത്തുമായിട്ട് ആമ ഇങ്ങനെ കളിച്ചുല്ലസിച്ചങ്ങനെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിൽ ഒരു അമ്മക്കുരുവി കൂടുണ്ടാക്കുന്നത് ആമ കണ്ടു. ഉണങ്ങിയ ചെറിയ കമ്പുകളും ഇലകളും നാരുകളുമൊക്കെ കൊണ്ട് ദിവസങ്ങളെടുത്താണ് ആമക്കുരുവി ആ കൂട് നിർമ്മിച്ചത്. ആമ പുഴക്കരയിലിരുന്ന് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കൂടുണ്ടാക്കി കഴിഞ്ഞതും അച്ഛൻ കുരുവിയും അമ്മക്കുരുവിയും തൻ്റെ 3 കുഞ്ഞുകുരുവികളെയും ഒക്കെയായി അവർ ആ വീട്ടിൽ സുഖമായിട്ട് താമസം തുടങ്ങി. പെട്ടെന്ന് തന്നെ ചെങ്ങാത്തത്തിലായി. ദിവസവും പുഴക്കരയിൽ അവർ സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം സംസാരത്തിനിടയിൽ ആമ അമ്മക്കുരുവിയുടെ വീടിനെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണ്. കമ്പുകളും ഇലകളും നാരുകളും ശേഖരിക്കുവാൻ തന്നെ ദിവസങ്ങൾ വേണ്ടി വരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വീടുണ്ടാക്കി കഴിയുമ്പോഴോ അത് കാണാൻ ഒരു ഭംഗിയുമില്ല. മാത്രമല്ല മേൽക്കുരമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ മഴ പെയ്താൽ നനയുകയും ചെയ്യും. ഇത് കേട്ട അമ്മക്കുരുവി ചിരിച്ചു. എന്നാൽ ആമ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, എനിക്ക് നിങ്ങളെപ്പോലെ കൂടുണ്ടാക്കുകയൊന്നും വേണ്ട. എൻ്റെ പുറന്തോട് തന്നെയാണ് എൻ്റെ കൂട്. മഴ പെയ്യുമ്പോൾ ഞാൻ അതിൽ അഭയം തേടും. ഇത് കേട്ടപ്പോൾ അമ്മക്കുരുവി തൻ്റെ സുഹൃത്തായ ആമയോട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് വീട് പണിയുന്നത്. മാത്രമല്ല എൻ്റെ വീട് കാണാൻ ഭംഗിയില്ലാത്തതുമാണ്. കൂടാതെ മഴ പെയ്യുമ്പോൾ നനയുകയും ചെയ്യും. പക്ഷെ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അവരുടെ അച്ഛനും എല്ലാവരും വളരെ സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയാണ് താമസിക്കുന്നത്. നിന്റെ പുറന്തോട് നിനക്ക് വീട് പോലെ അഭയം തരുന്നതായിരിക്കും. പക്ഷേ അതിൽ നിനക്ക് മാത്രമേ കഴിയാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു വീട്ടിൽ കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ എല്ലാവരും ഒരുമിച്ചുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നത്. അമ്മക്കുരുവിയുടെ മറുപടി കേട്ട ആമ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, നീ പറഞ്ഞത് ശരിയാണ്. എല്ലാവരും ഒത്തൊരുമയോടും സന്തോഷത്തോടും ഒരുമിച്ച് കഴിയുമ്പോഴാണ് ഒരു വീട് വീടാകുന്നത്. അങ്ങനെ വീടിനെ കുറിച്ചുള്ള തൻ്റെ ധാരണകൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയ ആമ അത് തിരുത്തുകയും ചെയ്തു. മാത്രമല്ല അമ്മക്കുരുവിയും ആമയും നല്ല സുഹൃത്തുക്കളായി. പിന്നെയും ഒരുപാട് നാളെ കാട്ടിലങ്ങനെ കഴിഞ്ഞു. ഇനി ഇത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ കഥയിലെ ഒരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഞാനിനി എൻ്റെ അഭിപ്രായം പറയാം. എല്ലാവരും ഒത്തൊരുമയോടും സന്തോഷത്തോടും കഴിയുന്ന ഒരു കുടിലാണ് ഏകാന്തതയേക്കാൾ അല്ലെങ്കിൽ ഏകാന്തത അനുഭവിക്കുന്ന ഒരു മാളികയേക്കാൾ ഏറ്റവും നല്ലത്. ഈ ഒരു കഥ തികച്ചും നമ്മളുടെ ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് ഇന്ന് എല്ലാവരും അണുകുടുംബങ്ങളിലേക്കൊക്കെ മാറിയിരിക്കുക. അപ്പം അങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള പലർക്കും ഇതൊന്നും ഇപ്പോഴും അറിയത്ത് പോലുമില്ല, ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. എല്ലാവരും ഇപ്പോൾ ഒറ്റയ്ക്ക് സ്വന്തം കാര്യത്തിൽ മാത്രം വേണ്ടി ജീവിക്കാനായിട്ട് നോക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെയൊക്കെ മനസ്സിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഫാമിലിയെക്കാട്ടൊന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ നമ്മൾ ടൈം കണ്ടെത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സിമ്പിളായിട്ട് പറയാനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട, ഇതിനൊരു ഹെഡ്ലൈൻ,
അത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനിയും കിട്ടാനായിട്ട് എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്യുക. അപ്പം നാളെ ഇതിലും നല്ല ഒരു കുഞ്ഞൊരു കഥയായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് എൻ്റെ ഈ വീഡിയോസ് കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും. അപ്പോൾ നാളെ ഇത് നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.